അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണ്ഡിതന്മാരുടെ മഹത്വത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഒരിക്കൽ പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫിസ്നൈൻ, രണ്ട് വ്യക്തികളോടല്ലാതെ അസൂയ തോന്നാൻ പാടില്ല, അല്ലെങ്കിൽ അസൂയ വെക്കാൻ പറ്റില്ല. അസൂയ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള അസൂയുണ്ട്. ഒന്ന്, അള്ളാഹു ഒരാൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിക്കാണാൻ ആഗ്രഹിക്കുക. ഒരാൾക്ക് നല്ല കച്ചവടമുണ്ട്, എൻ്റെ കച്ചവടം ശരിയായില്ലെങ്കിലും വേണ്ടില്ല, ഓൻ്റെതൊന്ന് പൊളിഞ്ഞിട്ട് മരിച്ചാൽ മതി ഇനി. ഈ അസൂയയാണ് നമ്മളെ സൽക്കർമ്മങ്ങളെ വിറകിനെ തീ തിന്നുന്നത് പോലെ നശിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ അസൂയ ഒരാളോടും പാടില്ല. എന്നാൽ ഗിബത്ത് എന്ന അർത്ഥത്തിന് മറ്റൊരു ഹസദുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അള്ളാഹു ഒരു അനുഗ്രഹം കൊടുത്തത് കാണുമ്പോൾ അത് ഇല്ലാതെയായി പോകണമെന്ന ആഗ്രഹമൊന്നുമില്ല, അതുപോലെ എനിക്കും ഉണ്ടാകണമെന്ന ആഗ്രഹം. അതിനാണ് ഗിബത്ത് എന്ന് പറയും. ആ അർത്ഥത്തിലുള്ള അസൂയ തന്നെ രണ്ടാളോടെ തോന്നാൻ പാടുള്ളൂ എന്നാണ്. അതിലൊരാളാരാണ്? വറജുലുൻ ആതാഹുല്ലാഹു മാലാ, ഒരു മനുഷ്യൻ അവൻ അള്ളാഹു ധാരാളം സമ്പത്ത് കൊടുത്തു. ഫസല്ലത്തഹു ഫിൽ ഹൽക്കി, അവൻ അതിനെ ചെലവ് ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു കൊടുത്തു. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് ആ സമ്പത്ത് അയാൾ വാരിക്കോരി കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു സമ്പന്നനായ ആളെ കണ്ടാൽ ഞാനും എൻ്റെ മക്കളുമൊക്കെ അതുപോലെ സമ്പന്നരായി ഖൈറാത്തുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന മുതലാളിമാരായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്ക് ആഗ്രഹിക്കാവുന്ന ഒരു അസൂയാർഹമായ ഒരു കാര്യം എന്ന് പറയുന്ന ഒന്നാതാ. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വറജുലുൻ ആതാഹുല്ലാഹു ഇൽമാ, രണ്ടാമത്തത് മറ്റൊരു മനുഷ്യനാണ്, അവൻ അല്ലാഹു തആല നല്ല അറിവ് നൽകി. ഫഹുവ യഅമലു ബിഹി വയുഅല്ലിമുഹുന്നാസ്, അയാൾ ആ പഠിച്ചതനുസരിച്ച് ജീവിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കണ്ടാൽ ഞാനും എൻ്റെ മക്കളുമൊക്കെ അതുപോലെ അറിവുള്ളവരാവുകയും അറിവ് പകർന്നു നൽകുവരാവുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അസൂയാർഹമായ രണ്ടാമത്തെ കാര്യം ഇതാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം